ഇതുപോലെ ലോകമെമ്പാടുമുള്ളവർക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ ആവണം. എന്നെ പോലെ ഒരാൾക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്, ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടും, ഭാവിയിൽ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കലും കിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കണില്ല. ഞാൻ എന്തായാലും നേടിയെടുക്കും. എന്റെ എംബ്രോയിഡറി എന്റെ ലൈഫിനെ പഠിപ്പിച്ചത്. ഒരൊറ്റ കൈ മാത്രം കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്ന മനോഹാരിതയ്ക്ക് അതിരുകളില്ല എന്ന് തെളിയിച്ച ഒരാളുടെ കഥയാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. കഴിയില്ല എന്ന് ലോകം പറഞ്ഞിടത്ത് കഴിയും എന്ന് സ്വന്തം കൈവിരുതിലൂടെ തെളിയിച്ച വൺ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഫൗണ്ടർ അഞ്ജനയാണ് നമ്മോടൊപ്പം ഇന്ന് ഡ്രീം മലയാളം പോഡ്കാസ്റ്റിൽ ചേരുന്നത്. ഇത് വെറും ഒരു സംരംഭക കഥയല്ല, ഇത് പ്രതീക്ഷയുടെ കഥയാണ്, ധൈര്യത്തിൻ്റെ കഥയാണ്, സ്വന്തം സ്വപ്നങ്ങളെ കൈവിടാതെ മുൻപോട്ട് നീങ്ങിയ ഒരാളുടെ ജീവിത കഥയാണ്. ഈ സംഭാഷണം അവസാനം വരെ കേൾക്കുക, കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള പ്രചോദനം നൽകുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം. അഞ്ജന, ഡ്രീം മലയാളത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷം, എല്ലാ കാര്യങ്ങളും നല്ലപോലെ പോകുന്നു. യെസ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് പുറകിലോട്ടൊന്ന് പോവാം. അഞ്ജന ജനിച്ച് വളർന്നതും ഒക്കെ എവിടെയായിരുന്നു? എന്റെ സ്വന്തം വീട് ഇടുക്കിയിലാണ്. ഇടുക്കി കഞ്ഞിക്കുഴി എന്ന് പറയും. അവിടെയാണ് ഞാൻ എന്റെ ലൈഫ് ഒരു 12th വരെ ഞാൻ അവിടെയായിരുന്നു. 12ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം ഡിഗ്രിയും PG ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ആടി. പറഞ്ഞ പോലെ കോട്ടയത്തായിരുന്നു എന്റെ ഡിഗ്രി. പിന്നെ തൊടുപുഴയിലായിരുന്നു PG ചെയ്തത്. അതുവരെ ഇടുക്കി തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷമാണ് പിന്നെ കല്യാണത്തിന് ശേഷം ഇപ്പൊ കൊച്ചിയിലേക്ക് വന്നു. കൊച്ചി. അപ്പോ പഠിച്ചത് ഏത് സ്കൂളിലാണ്? 12ാം ക്ലാസ് വരെ പഠിച്ച ഒരേ സ്കൂളിൽ തന്നെയായിരുന്നോ? ഇല്ലില്ല, പല പല സ്കൂളിലായിരുന്നു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എല്ലാം വേറെ വേറെ സ്കൂളിലായിരുന്നു. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പോ? PG എല്ലാം. എന്റെ വീട്ടില് അപ്പച്ചനും അമ്മച്ചും ചേട്ടനും ചേട്ടന്റെ വൈഫും. ഓക്കെ. ഇപ്പൊ ഭർത്താവിന്റെ കുടുംബോ? ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും ഹസ്ബൻഡും അനിയനും ഇപ്പൊ അമ്മാവയുണ്ട് കൂടെ. ഓക്കെ, ഗുഡ് ഗുഡ്. 12ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം? ഡിഗ്രിക്ക് എന്താണ് ചൂസ് ചെയ്തത്? എനിക്ക് BSW എടുക്കാനായിരുന്നു താല്പര്യം. എനിക്ക് MSW എടുക്കണം എന്ന് എനിക്ക് +2 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ BSW എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ അതുപോലെ ഒരു പരിചയത്തിലുള്ള ഒരു അച്ഛൻ പറഞ്ഞു, BSW എടുത്തു കഴിഞ്ഞാൽ MSWയിലേക്ക് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. ചിലപ്പോ ആ 3 കൊല്ലം പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും മനസ്സ് മാറിയെങ്കിലോ എന്ന് പറഞ്ഞ് വേറെന്തെങ്കിലും നോക്കാൻ പറഞ്ഞു. കാരണം MSWന് ഏത് കോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ലുണ്ടാവും. അങ്ങനെ ഞാൻ പിന്നെ BA സോഷ്യോളജി ആയിരുന്നു ഞാൻ. കോട്ടയം BCM-ലായിരുന്നു. DCM. ഓക്കെ. എന്റെ വൈഫിന്റെ നാടും കോട്ടയാണ്, കുടമാളൂർ. ആണോ? അതെ. കുടമാളൂർ അൽഫോൻസാമ്മയുടെ പള്ളിയാണ് അവളുടെ ഇടവക. എടവപ്പള്ളി. ഓ, സെന്റ് മേരീസ് അതാണ് ഇടവക. പഴയ പള്ളിയില്ലേ? കുടമാളൂർ ഞാൻ പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പോ MSW പഠിക്കാൻ ഉള്ള ആഗ്രഹം വരാൻ കാരണം എന്തായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട്? MSW പഠിക്കാൻ ഞാൻ +2ലൊക്കെ പഠിക്കുമ്പോഴാണല്ലോ, അതായത് നമുക്ക് അടുത്ത് എന്താണ് നമ്മുടെ ഒരു പ്രൊഫഷൻ എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോ എവിടെയോ ആരോ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടു, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മുടെ പ്രൊഫഷൻ ആയിട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലൈഫിൽ ആ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോവാണെങ്കിൽ അതായിരിക്കും നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അത് ഞാനിങ്ങനെ എവിടെ കേട്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്, നോക്കിയപ്പോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് നോക്കാം. അങ്ങനെ ഞാൻ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് കണ്ടുപിടിച്ചത്. MSW എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിന് മുന്നേ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചു അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്ക്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അങ്ങനത്തെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കോഴ്സ് ആണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചെടുത്തൊരു കോഴ്സാണത്. പിന്നെ ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. MSW ചെയ്ത് കഴിഞ്ഞ പിന്നെ ജീവിതത്തിന്റെ അടുത്ത പടി എന്തായിരുന്നു? ശരിക്കും MSW പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെതായ എന്തെങ്കിലും ജോലി ചെയ്യാം, അങ്ങനത്തെ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വലിയ വലിയ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ശരിക്കും കോഴ്സ് പഠിച്ചപ്പോഴാണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരെ തന്നെ അവര് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിയായിട്ട് ഒരു സാധാരണ ജോലിയായിട്ട് പോയാൽ മതി എന്നുള്ളൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ വലിയ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ലൈഫ് പോകുന്ന പോലെ ഒരു ജോലി ചെയ്യുക, കല്യാണം കഴിക്കുക, അങ്ങനെ ഒരു നോർമൽ ലൈഫ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു നിലയിലേക്ക് എത്തണമെന്ന് അങ്ങനത്തെ അത്ര വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. MSW ഇപ്പൊ ഈ നമ്മുടെ വൺ ഹാൻഡ് എംബ്രോയിഡറി അതിലോട്ട് എത്തിച്ചേർന്ന വഴികൾ എന്തൊക്കെയായിരുന്നു? ഇതിനുള്ള ഈ കഴിവ് പണ്ട് പോലെ ഉണ്ടായിരുന്നോ? അത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ കഴിവൊന്നും ഇല്ലായിരുന്നു. കഴിവില്ലെന്ന് വെച്ചാൽ എന്റെ അമ്മച്ചി, എന്റെ സ്വന്തം അമ്മ സ്റ്റിച്ച് ചെയ്യും. പിന്നെ അമ്മച്ചി അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോ ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്ന എനിക്ക് അങ്ങനത്തെ കഴിവൊന്നും ഇല്ലല്ലോ, എനിക്കൊന്നും കിട്ടിയില്ല എന്നാ ഞാൻ ഓർത്തിരുന്നത്. എനിക്ക് അങ്ങനത്തെ കഴിവുകളില്ല, അമ്മച്ചിയോട് കൂടി തീർന്നു, കഴിവുകളൊക്കെ തീർന്നു എന്നൊക്കെ ഞാൻ ഓർത്തോണ്ടിരുന്നു. അപ്പൊ ശരിക്കും കോഴ്സ് കഴിഞ്ഞിട്ട് ഞാന് MSW ജോലിക്ക് വേണ്ടി ഞാൻ കുറെ ഇന്റർവ്യൂവിനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോയപ്പോ ഞാന് എനിക്ക്, അതായത് അവരെന്നോട് ചോദിച്ചത് മോക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മോക്ക് ടൂ വീലർ ഓടിക്കാൻ പറ്റുമോ, ലൈസൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് എന്റെ അടുത്ത് ചോദിച്ചത്. അതായത് അങ്ങനെ അങ്ങനെ പറ്റില്ലാത്ത ഒരാൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് എടുക്കില്ല എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അവരെന്നോട് എന്നെ കൊണ്ട് സാധിക്കും, ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോ അങ്ങനെ കുറച്ചായപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഡൗൺ ആയി. പിന്നെ ഇത്രയും പഠിച്ചതാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ ഒരു പ്രൈവറ്റ് ജോലി, കിട്ടിയ ഒരു പ്രൈവറ്റ് ജോലിക്ക് ഞാൻ കയറി. അതിന് കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് പറ്റിയൊരു പ്രൊഫഷൻ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പ്രൈവറ്റ് ജോലി അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ടല്ലോ, കുറെ ടെൻഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് ജോലി എനിക്ക് പറ്റില്ല എന്നോർത്ത് ഞാൻ പിന്നെ 1 ഇയർ അവിടെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി. എന്നിട്ട് ഞാൻ MSW തന്നെ ജോലി നോക്കാം എന്നോർത്ത് നോക്കുന്നതിന്റെ ഇടയിൽ, അത് ഞാൻ വീട്ടിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ ഉണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു വർഷം, ഈ ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയത് ജോലി നോക്കാൻ വേണ്ടി. ഒരു വർഷം എടുത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ നോക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഇതുപോലെ ഒരു ഒരു കുഞ്ഞു ബേബിയുടെ ഒരു കുഞ്ഞുടുപ്പിൽ ഞാനൊരു ചെറിയ പൂവ് കണ്ടത്. അപ്പൊ അങ്ങനെ പൂവ് കണ്ടപ്പോ എന്തായാലും എനിക്ക് ടൈം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വെറുതെ എനിക്ക് ടൈം പാസിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. എന്റെ പഴയ ഉടുപ്പില് തയ്ച്ചു നോക്കി, പഴയ നൂലൊക്കെ എടുത്ത് തയ്ച്ചു നോക്കിയപ്പോ കൊള്ളാം, മോശമല്ലെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ ഞാൻ പിന്നെ പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചുകൂടെ ടാസ്ക് ഉള്ള വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ വലിയ മോശമല്ല, കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോ പിന്നെ എന്റെ പഴയ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ എന്റെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ തുടങ്ങി. എല്ലാം ടീഷർട്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ചെയ്ത് ചെയ്ത് കുറെ ചെയ്ത് വെച്ച് പിന്നെ ഞങ്ങൾ പിന്നെ അതൊക്കെ ഇട്ട് പുറത്തൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പൊ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോ പിന്നെ നമ്മുടെ ഗാലറിന്ന് ഇൻ കേസ് നമ്മുടെ ഫോൺ എന്തെങ്കിലും പറ്റി ഗാലറിന്ന് പോയി കഴിഞ്ഞാൽ എന്റെ കുറെ നാളത്തെ എഫേർട്ട് ആണല്ലോ അത്. എന്റെ കുറെ ടൈം എടുത്ത്, ഞാൻ ഒത്തിരി ടൈം എടുത്താണ് ചെയ്യുന്നത്, പഠിക്കാണ്ട് ചെയ്യുന്നതാണ്, വെറുതെ ഫോണിൽ നോക്കി ഒരു ടൈം പാസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് ഒത്തിരി ടൈം എടുത്താണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്ത് പിന്നെ അത് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു പേരൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വെറുതെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കി. വെറുതെ അതിലേക്ക് ഫോട്ടോ പോസ്റ്റ് പോകണ്ടല്ലോ എന്ന് ഓർത്ത് ജസ്റ്റ് പോസ്റ്റ് ആയിട്ട് ഇടാന്ന് ഓർത്ത് ആദ്യം 1-2 ഫോട്ടോസ് വെറുതെ ഇട്ടു. പിന്നെ ഒരു വീഡിയോ വെറുതെ, മ്യൂസിക് ഒന്നും ഇല്ലാതെ വെറുതെ ഒരു വീഡിയോ ഒക്കെ ഇട്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹെവി വർക്ക് ഞാൻ ചെയ്തായിരുന്നു. ഒത്തിരി ടൈം എടുത്ത് ഞാൻ ചെയ്തത്. എന്തായാലും ഞാൻ അത്ര എഫോർട്ട് ഇട്ട് ചെയ്തതാണല്ലോ എന്നോർത്ത് എന്റെ ഹസ്ബൻഡിന്റെ അനിയനും എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ നല്ലപോലെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ലൊരു വീഡിയോ എടുത്തു. അപ്പൊ ആ വീഡിയോ ആണ് ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ, അതായത് ഞാൻ ആർക്കും അങ്ങനെ അയച്ചൊന്നും കൊടുത്തൊന്നുമില്ലായിരുന്നു. എന്റെ വർക്കാണെന്നും പറഞ്ഞ ആർക്കും, ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ആർക്കും അയച്ചൊന്നും കൊടുത്തില്ല. വെറുതെ അക്കൗണ്ട് ഉണ്ടാക്കി വെറുതെ അങ്ങനെ ഇട്ട് കിടന്നു വെച്ച് കുറച്ച് നാളത്തേക്ക്. അപ്പൊ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞാന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു റെസ്പോൺസ് കിട്ടുന്ന, ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേര് വന്നു. അന്നത്തേക്ക് ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, ഒത്തിരി പേര് പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞാൻ ചെയ്തു വെച്ച് ഓരോരോ വർക്ക് ഇട്ട് കുറച്ച് ഓരോന്നോരോന്ന് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും വളരെ പെട്ടെന്ന്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദൈവാനുഗ്രഹം ആയിരിക്കും, ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കാം. അപ്പൊ പെട്ടെന്ന് ഇതുപോലെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് പിന്നെ വർക്ക് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ചെയ്ത് ആ ചെയ്യുന്ന വർക്ക് പിന്നെ വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങിയപ്പോഴേക്കും ഒത്തിരി പേര് ഇതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും അല്ലെ ഓരോ സജഷൻസ് പറയാനും
അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു. ഓക്കെ, അടിപൊളി. എപ്പോഴായിരുന്നു ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് ഇട്ടത്? എന്നാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്, അക്കൗണ്ട് തുടങ്ങിയത് എപ്പോഴായിരുന്നു? അക്കൗണ്ട് തുടങ്ങിയത് 2024 ലാസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യം ഡേറ്റ് ഓർക്കണില്ല. ഒരു വർഷം പോലും ആയിട്ടില്ല. 2024 അക്കൗണ്ട് ഒരു വർഷമായിട്ടില്ല. ശരിക്കും ഞാന് ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല വീഡിയോ ഇട്ടത് ശരിക്കും ഒരു 2025 ഏപ്രിൽ ഒരു പകുതിയോട് കൂടിയാണ് ശരിക്കും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇട്ട് ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാം എന്നുള്ളൊരു തോന്നൽ വന്ന് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ഏപ്രിലാണ്. ഇപ്പൊ ഒരു 6 മന്ത് ആയി വരുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം. അതെ, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം അഞ്ജനെ കോണ്ടാക്ട് ചെയ്തപ്പോ 20,000 ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമില്. ഇന്ന് എനിക്ക് തോന്നുന്നു 49,000 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ചെറിയ 49 ഇടവേളയിൽ തന്നെ ഡബിളിൽ കൂടുതലായി. വളരെ നല്ല ഇതാണ്. അതെ അപ്പോ അതെ. ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും ഇങ്ങനത്തെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഇതുപോലത്തെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഡിപെൻഡന്റ് ക്രിയേറ്റേഴ്സിന് ഒരു നല്ല ഒരു വേദി ഒരുക്കുന്നുണ്ടോ? എന്താണ് അഞ്ജനയുടെ ഇതുവരെയുള്ള അഭിപ്രായം? ഞാൻ ശരിക്കും പേഴ്സണലി എന്റെ സ്വന്തം അക്കൗണ്ടിൽ ഞാൻ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. ഇതുവരെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ്, ഈവൻ വാട്സപ്പിൽ പോലും ഞാൻ ഭയങ്കര എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഞാൻ ഭയങ്കര അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. ഈ, അല്ലാതെ തന്നെ വിളിക്കാനാണെങ്കിലും മെസ്സേജ് അയക്കാനൊക്കെ ഞാൻ ഭയങ്കര പുറകിലേക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ പെട്ടെന്ന് ഇതുപോലെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് ഇത്രയും വലിയൊരു സപ്പോർട്ടും റെസ്പോൺസും കിട്ടുമെന്ന്. ഞാൻ മനസ്സിലൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ എനിക്കിപ്പോ തുടങ്ങിയിട്ട് ഇത്രയും ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോ എനിക്ക് മനസ്സിലായത് നമ്മള് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വരും. നമ്മൾ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും എന്ന് എനിക്ക് മനസ്സിലായി. നമ്മള് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങാത്തതിന്റെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഉഗ്രൻ. അന്ന് ആദ്യമായിട്ട് ഉടുപ്പ് കണ്ടിട്ട് തുന്നാൻ തുടങ്ങിയത് അതിനു മുമ്പ് അമ്മച്ചി ചെയ്ത കാര്യങ്ങൾ കണ്ട് പഠിച്ചു? ഇത് ആദ്യമായിട്ടായിരുന്നു അന്ന് തുന്നാൻ തുടങ്ങിയത് തന്നെ? അതെ അതെ, അന്ന് ആദ്യമായിട്ടാണ് തുന്നുന്നത്. ഞാൻ ഇതിനു മുന്നേ എന്റെ അമ്മച്ചി തയ്ക്കുമായിരുന്നു. അപ്പൊ ഞാൻ തയ്യല് പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് താല്പര്യം ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ പഠിച്ചില്ല. ആ സമയത്ത് ഞാൻ പഠിച്ചെടുത്തില്ല. എനിക്ക് പഠിക്കണം ഞാൻ അതിനുവേണ്ടി ഇരുന്നെങ്കിലും ആ സമയത്ത് എനിക്കതൊരു ആവശ്യമായിട്ട് തോന്നാത്തത് കൊണ്ട് ആ സമയത്ത് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നെങ്കിലും ആ സമയത്ത് അതിന് എനിക്കുള്ള ഒരു ക്ഷമ കിട്ടിയില്ല. അതിനുശേഷം ഇപ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് കൗതുകം തോന്നി, എനിക്ക് ഇഷ്ടം തോന്നി, ഞാൻ തനിയെ ചെയ്തപ്പോ ഞാൻ അന്ന് ആദ്യമായിട്ട് ആ ഒരു ഹൂപ്പൊക്കെ എടുത്ത് ഞാൻ തന്നെ ചെയ്ത്, ഞാൻ തന്നെ വരച്ച്, ഞാൻ തന്നെ തയ്ച്ച് നോക്കി. അന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വർക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട്, ഞങ്ങളുടെ സ്കൂളുകളിൽ അങ്ങനത്തെ വർക്കുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു പേജ് തുടങ്ങിയപ്പോ ഒരുപാട് പേര് പറഞ്ഞു അവിടെ സ്കൂളുകളിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു, അവർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ഞാൻ എല്ലാം ഫോണിൽ നോക്കി എല്ലാം ചെയ്ത് നോക്കിയത്. ഉഗ്രൻ. തുടക്കം തൊട്ടുള്ള ഈ ക്രിയേറ്റീവ് പ്രോസസ്, അതായത് നമ്മളൊരു ഐഡിയ മനസ്സിൽ വരുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ കസ്റ്റമർ ഒരു ഐഡിയ പറയുന്നതായിരിക്കും. അപ്പം ഐഡിയയിൽ നിന്ന് അവസാനം ആ എൻഡ് പ്രോഡക്റ്റിലോട്ട് എത്തുന്ന ആ വഴി എങ്ങനെയാണ്? അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാം. ശരിക്കും ഇപ്പൊ എനിക്ക് വരുന്ന എല്ലാ വർക്കുകളും അവര് കസ്റ്റമേഴ്സ് ആണ് പറയണത് ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ അവർ അല്ലെങ്കിൽ ഒരു ഐഡിയ പറയും. ഇപ്പൊ നമ്മൾ ഏകദേശം അവര് പറയുന്നത് വെച്ച് മനസ്സിലാവുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. കുറെ പിക്ചേഴ്സ് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഏകദേശം ഓക്കെ ആയിട്ടുള്ളത് അവര് പറയും. അപ്പോ നമ്മള് അങ്ങനത്തെ പിക്ചേഴ്സ് അവരെന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഏകദേശം നമുക്കിങ്ങനെ തോന്നും ഈ പിക്ചർ ഇങ്ങനെ ചെയ്താലാണ് ഭംഗി എന്ന് എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ ശരിക്കും ആ ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഭംഗി എന്ന് തോന്നുന്ന ആ ഒരു പ്രോസസ് ആ ഫ്ലോയിൽ അതങ്ങ് ചെയ്തു വരും. ഫൈനൽ റിസൾട്ട് ഒരു നല്ല ഭംഗിയായിട്ട് വരും. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ പഠിക്കാണ്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. തുന്നല് വളരെയധികം, എംബ്രോയിഡറി എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെയധികം എഫേർട്ട് ഉള്ള ഒരു പരിപാടിയാണ്. ഇഷ്ടം പോലെ ക്ഷമ വേണം.
പിന്നെ ദേഹത്തിനാണെങ്കിൽ തന്നെ വളരെയധികം ഒരു കഠിന അധ്വാനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു ഏരിയയിൽ ഇങ്ങനെ കുറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ക്ഷമ ഇത്രയും ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, എങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ആഗ്രഹം വരുന്നത് എങ്ങനെയാ? അത് പറയുവാണെങ്കിൽ ഇപ്പം തന്നെ എല്ലാരും പറയും പല കാര്യങ്ങളും ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ നമുക്ക് അതില് കഷ്ടപ്പാട് തോന്നില്ല. അങ്ങനല്ലേ? കറക്റ്റ്. എനിക്കപ്പോ എനിക്ക് ഈ പറയുന്ന അത്രയും കഷ്ടപ്പാട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഇതുവരെ. എനിക്ക് തോന്നുന്നു ഞാന് അവർക്ക്, അതായത് ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ മെമ്മറീസോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അത്ര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോ അവർക്കത് ചെയ്തു കൊടുക്കുന്നതിന്റെയും പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയും കൂടിയാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത്. മറ്റൊരാൾക്ക്, ഒരു കമ്പനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ വേറൊരാൾക്ക് വേണ്ടിയോ, ഞാൻ എനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ആ ഓരോ കസ്റ്റമേഴ്സിന്റെയും ഒരു മൊമെന്റ് ആണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ എനിക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുവാണല്ലോ. അപ്പോ അതിൻ്റെ അകത്തെ ഓരോരോ കഷ്ടപ്പാടുകൾ നമുക്കതൊരു കഷ്ടപ്പാടായിട്ട് തോന്നില്ലല്ലോ. കറക്റ്റ്. എന്താണ് ഇതുവരെയുള്ള ഈ ജീവിതത്തിൽ ഇപ്പൊ വൺ ഹാൻഡ് എംബ്രോയിഡറിയിലോട്ട് എത്തി ഇതുവരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് നേരിട്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ എന്താ പറയാ പൊൽമെത്തയുള്ള വഴികളിൽ ചിന്തിക്കും എല്ലാവരും. പക്ഷെ ഇതിന്റെ പുറകിൽ ഇഷ്ടംപോലെ കഠിനാധ്വാനവും സാക്രിഫൈസും ഉണ്ടല്ലോ. എന്താണ് ഇതുവരെയുള്ള വെല്ലുവിളികൾ? വെല്ലുവിളികൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ, ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ആക്റ്റീവ് എന്നതിനേക്കാൾ ഉപരി ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര ഒരു ഏഹ്, എന്താണ്, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു. എനിക്ക് നേരത്തെ ഞാൻ അത്രയും ഞാന് പുറത്തേക്ക് വരുന്ന എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു ഞാൻ നേരത്തെ. പിന്നെ ഞാൻ അതിൽ നിന്ന് ഈ പറഞ്ഞ MSW ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ, പിന്നെ എനിക്ക് ആ ഒരു കോഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്റെ ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ ഒരു പുറത്തേക്ക്, അതായത് ആൾക്കാരുമായിട്ടൊന്ന് നേരിട്ടൊന്ന് സംസാരിക്കാനെങ്കിലുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. പിന്നെ എനിക്ക് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പ്ലാനിങ് ഇല്ലാതെയാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ബിസിനസ് ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് പ്രിപ്പയർ ആയിട്ട് അതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പ്ലാനിങ് ഒന്നും ഇല്ലാതെ എന്തോ ദൈവത്തിന്റെ ഒരു പ്ലാൻ വഴിയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചേക്കുന്നത്. അപ്പോ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ നല്ലപോലെ ഉണ്ട്. എനിക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ, അതായത് ഇപ്പോ ഓരോ വീഡിയോ ഇടുമ്പോഴേക്കും അവര് മെസ്സേജ് ഇടുന്ന എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതനുസരിച്ച് അവരും ചിലവർക്ക്, ഒത്തിരി പേര് ഇപ്പൊ തന്നെ ഓൾറെഡി ഡെയിലി അൺഫോളോ ചെയ്ത് പോകുന്നവരുണ്ട്, റെസ്പോണ്ട് ചെയ്യാത്തോണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് അതുപോലെ കുറെ വർക്കുകൾ എനിക്ക് ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കറക്റ്റ് സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനത്തെ കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു കാര്യത്തില് എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ സ്ലോ ആണ്, ഞാൻ പതിയെ ചെയ്യുള്ളൂ. എംബ്രോയിഡറി ഓൾറെഡി ടൈം എടുക്കുന്ന ഒരു വർക്കാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഈ അക്കൗണ്ടും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇപ്പൊ ഉള്ള എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതെ. പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും എംബ്രോയിഡറി ചെയ്യാനും ഇപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. കാരണം എല്ലാം കൂടെ എനിക്ക് ടൈമിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് അതും ഞാനിപ്പോ അങ്ങനെ ആ ഒരു കാര്യം മാത്രം ഞാനിപ്പോ ഓവർകം ചെയ്തു. ആ ഒരു ടൈമിന്റെ കാര്യം. ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യണം. എല്ലാം നടക്കും, അങ്ങനെയാണ് എന്റെ വിശ്വാസം. അടിപൊളി. ഇതുവരെയുള്ള ഈ കസ്റ്റമർ ബേസിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ട് മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഇതുപോലെ പേഴ്സണലി അവരുടെ എന്തെങ്കിലും പേഴ്സണൽ ലൈഫിലെ വർക്കുകളാണ് ഞാൻ ചെയ്യുന്ന. ഓൾമോസ്റ്റ് ഒരു 90% വർക്കുകളും അങ്ങനത്തെ വർക്കുകളാണ്. അതില് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മയുള്ളത് ഒരാള് ഒരു ജീൻസ് എനിക്ക് അവരെന്നെ മേടിച്ചിട്ട് അയച്ചു തന്നു. അപ്പൊ അതിന്റെ ആ ഒരു ബെൽറ്റ് വരുന്ന ഒരു ഭാഗമുണ്ട്, അത് നമുക്കാർക്കും കാണാൻ പറ്റില്ല. ബെൽറ്റ് ഇടുന്ന ആ ഒരു ഭാഗത്ത് ഒരു കുറെ നമ്പർ എനിക്ക് അയച്ചു തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അതിനോട് പറഞ്ഞു അത് വളരെ ചെറുതായിട്ട് ഒരു നമ്പറും ചെറിയൊരു മുളയും കൂടെ തയ്ച്ചാൽ മതി, അത്ര മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഓക്കെ, ഭയങ്കര സിമ്പിൾ വർക്കായിരുന്നു, ഭയങ്കര ചെറുതായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ജീൻസിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അത് ചെയ്ത് ഓക്കെ, ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ഈ നമ്പർ എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് ആളുടെ ഗേൾ ഫ്രണ്ടിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ലൊക്കേഷന്റെ ജോഗ്രഫിക്കൽ നമ്പർ ആണത് എന്ന് പറഞ്ഞു.
അപ്പൊ അത് അപ്പൊ എനിക്ക് പെട്ടെന്ന് കൗതുകമായി നമ്മളാരും ചിന്തിക്കുക. അപ്പൊ ആദ്യം എനിക്ക് കുറെ നമ്പറൊക്കെ അയച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ പെട്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഞാനത് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തു. അപ്പൊ അവർക്ക് പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ വീഡിയോ അയച്ചു കൊടുത്തു, ജീൻസും അയച്ചു കൊടുത്തു. അങ്ങനെ ഒരുമാതിരി കുറെ വർക്കുകളെല്ലാം എന്റെ അങ്ങനത്തെ വർക്കുകളാണ്. സർപ്രൈസ് ആയിട്ട് ഇതുപോലെ വേറൊരു വർക്ക് ആളുടെ ഗേൾഫ്രണ്ടിന് ഓരോ ബർത്ത്ഡേക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ആ പ്രായം കൂടുന്നതനുസരിച്ച് അത്രയും നമ്പേഴ്സിലുള്ള ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ അതില് ഒരു തവണ നമ്മുടെ ഒരു വർക്കായിരുന്നു കൊടുത്തതെന്ന് പറഞ്ഞപ്പോ അവരുടെ അതുവരെയുള്ള ലൈഫിലെ ഓരോരോ കാര്യങ്ങൾ ബോക്സ് ആയിട്ട് കുറെ ബോക്സിലുള്ള വർക്ക് ഞാൻ ചെയ്യാറുണ്ട്. അത് ടീഷർട്ടില് ഇങ്ങനെ ഒരു 12 ബോക്സിൽ ഓരോരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് അങ്ങനത്തെ വർക്ക്. അപ്പൊ അതുപോലത്തെ ഒരു വർക്ക് ഒരു തവണ ഒരു ഗേൾഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ചെയ്തു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ആള് കിട്ടിയിട്ട് ആ വർക്ക് കിട്ടിയിട്ട് കണ്ടിട്ട് കരഞ്ഞു, ഭയങ്കര സന്തോഷമായെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ അങ്ങനത്തെ വർക്കുകൾ അതൊക്കെയാണ് എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ. ഉഗ്രൻ. ഏറ്റവും നല്ല ഫീഡ്ബാക്ക് കിട്ടിയ വർക്ക് ഏതായിരുന്നു? ഒരു നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും നല്ല റെസ്പോൺസ് കിട്ടിയ വർക്ക് ഏതായിരുന്നു? അങ്ങനെ ചോദിച്ചാ എനിക്കങ്ങനെ പേഴ്സണലി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അവരുടെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണല്ലോ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതായതുകൊണ്ട് അവർക്ക് എന്റെ അടുത്തും ആ ഒരു കണക്ഷൻ ഉണ്ട്, ആ ഒരു സന്തോഷം ഉണ്ട് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും ഞാൻ ചെയ്യുന്ന ഓരോ വർക്കിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോ ഫീഡ്ബാക്ക് എല്ലാവരും തന്നെ അയക്കുന്നു. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാറുള്ളത്. അല്ലാതെ ഇപ്പൊ ഒരു വർക്കൊക്കെ മാത്രമേ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇതുപോലെ കിട്ടിക്കഴിയുമ്പോൾ പറയും ഭയങ്കര സന്തോഷമായി, ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ്. എനിക്കൊന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ ഭയങ്കര ആ ഒരു എന്നോടുള്ള ആ ഒരു ഇതുകൊണ്ടും കൂടിയാണ് തോന്നുന്നു വർക്ക് തരുന്നത്. അപ്പൊ എനിക്കങ്ങനെ ഒരെണ്ണം മാത്രമായിട്ട് ഫീഡ്ബാക്ക് പറയാനില്ല. നെഗറ്റീവ് ആയിട്ട് തന്ന ഒരു വർക്ക് തന്ന എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അതില്? അത് അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ മീൻസ് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഏറ്റവും 100% പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. പക്ഷെ കസ്റ്റമറിന് അത് കിട്ടിയപ്പോ ആള് പറഞ്ഞ് ഇത് വർക്ക് കൂടുതലാണ്, എന്തിനാണ് ഇത്ര കൂടുതൽ ചെയ്തത്, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഇതായി. അപ്പൊ ഞാൻ സോറി, ഞാന് ക്ഷമിക്കണം, നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും. കാരണം എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഏറ്റവും നന്നായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുള്ളൂ. പക്ഷെ അങ്ങനെ റെസ്പോൺസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ അത്രയും നന്നായിട്ട് ചെയ്ത് കൊടുക്കുമ്പോ ഞാന് അത്ര സന്തോഷത്തോടെയാണ് ഓരോ വർക്കുകൾ ഞാൻ ചെയ്യുന്നത്. ആർക്കും മോശമായിട്ടൊരു വരരുതെന്ന് ഓർത്തിട്ടല്ല. കാരണം ഞാൻ പേഴ്സണലി ആണല്ലോ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. പക്ഷെ അപ്പൊ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോ നമുക്ക് മനസ്സിലായി അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. ലോകത്തിൽ നമ്മൾ എല്ലാരെയും നമുക്ക് കൂടുതലായിട്ട് എല്ലാരെയും ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഇത്. നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് ചെയ്താൽ ഇഷ്ടപ്പെടാത്തവരുണ്ട്. കറക്റ്റ് കറക്റ്റ്. അപ്പോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടിയ വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടിയ വീഡിയോ എന്തായിരുന്നു? അതെന്തായിരുന്നു? എന്തായിരിക്കും കാരണം? എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ഒരു കുഞ്ഞുടുപ്പിന്റെ ഒരു വർക്കായിരുന്നു. ഒരു ബേബി ഡ്രസ്സില് ഞാൻ നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനത്ര റീച്ച് കിട്ടാൻ കാരണം അതൊരു വെറൈറ്റി വർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടില് ഞാൻ ഒരിടത്തും അങ്ങനത്തെ ഒരു കുഞ്ഞുടുപ്പ് ഞാൻ ഒരിടത്തും എനിക്ക് കണ്ടു കിട്ടിയിട്ടില്ല, ആ ഒരു ടൈപ്പ് വർക്ക്. ഞാന് വെറുതെ ഫോണിൽ നോക്കിയപ്പോ ഞാൻ കണ്ട ആ ഒരു മോഡൽ, ഏകദേശം ആ ഒരു മോഡൽ ചെയ്യാൻ നോക്കി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ചധികം ടൈം എടുത്ത് ഇരുന്ന് ചെയ്തൊരു വർക്കായിരുന്നു അത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് മടുപ്പ് തോന്നൂലല്ലോ. അപ്പൊ ഞാനത് കുറച്ചധികം എഫോർട്ട് എടുത്ത് ഞാൻ ഭയങ്കര ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ഒരു കുഞ്ഞുടുപ്പിൽ ഞാൻ വർക്ക് ചെയ്തതായിരുന്നു. അപ്പൊ അതീ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്തു പബ്ലിക്. ഒത്തിരി പേര് ചോദിച്ചു, പക്ഷെ എനിക്കത് പിന്നീട് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഈ ടൈമിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചോദിച്ചവർക്കൊക്കെ എനിക്ക് കുറെ പേർക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത ബാച്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ആ ഒരു കുഞ്ഞുടുപ്പിന്റെ വർക്കാണ് എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് തന്നെ 1 മില്യൺ അടിച്ചു, ആ ഒരു വീഡിയോ മാത്രം. അതാണ് എന്റെ അക്കൗണ്ടിലെ ആദ്യത്തെ ഏറ്റവും വലിയ റീച്ച് അതായിരുന്നു. ഗുഡ്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ്. എൻ്റെ മകൻ, ഞാൻ മെസ്സി ഫാനാണ്, മകൻ റൊണാൾഡോ ഫാനാണ്. അതിന്റെ വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. ഫുട്ബോൾ പ്രേമിയാണോ അതോ എങ്ങനെയാണോ? അതിന്റെ CR7 ഒക്കെ കുറെ ഇല്ല, ഇത് കണ്ടു. ഞാന് ഫുട്ബോളിന്റെ അത്ര ഒരു ഫാൻ അല്ല.
ശരിക്കും കസ്റ്റമേഴ്സ് ആണ്. ഞാൻ ഇതുപോലെ ആരോ ഒരാള് ഒരു റൊണാൾഡോട് വർക്ക് ചെയ്യിപ്പിച്ചപ്പോ ആ വീഡിയോ ഇതുപോലെ ഒത്തിരി പേര് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ കുറെ ഫുട്ബോൾ പ്രേമികൾ കോണ്ടാക്ട് ചെയ്ത് ഒത്തിരി പേര് പറഞ്ഞു ചെയ്ത് തരണം എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞാനിപ്പോ ഓൾറെഡി വീഡിയോ ഇടാത്ത കുറെ അങ്ങനത്തെ വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം സെയിം വർക്കുകൾ തന്നെയാണ്. അപ്പൊ അതിനെ നമുക്ക് കുറെ വീഡിയോ ഇടാനും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ വർക്കുകൾ ഞാൻ കുറെ ചെയ്തു ഇപ്പൊ. റൊണാൾഡോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. അതെനിക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചുകൂടെ റൊണാൾഡോനെക്കാളും ഞാൻ മെസ്സിനെ കുറച്ചുകൂടെ, പക്ഷെ എനിക്ക് ആ മെസ്സിയുടെ വർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് മെസ്സിയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്കത് യങ്ങർ എന്റെ മകന്റെ ജനറേഷൻ ആ മുഴുവൻ റൊണാൾഡോ ഫാൻസ്. ഏറ്റവും കൂടുതൽ റൊണാൾഡോ. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആ ഉള്ള റൊണാൾഡോയ്ക്കാണ്. വേറൊരു കാര്യം ഞാനത് അതെ അതെ. തമാശയായിട്ട് തോന്നി, ചപ്പാത്തിയും CR7 എന്ന് പറഞ്ഞിട്ടുള്ള അതെങ്ങനെ ഐഡിയ തോന്നിയത്? അത് എനിക്ക് തോന്നി, അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആൾക്കാർക്ക് അത്രയും ഒരു കണ്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോ എന്തെങ്കിലും എൻഗേജിങ് ആയിട്ട് കഥ പറഞ്ഞിട്ട് വീഡിയോ കാണിക്കും. എന്റെ എല്ലാ ആദ്യം സ്റ്റോറി പറഞ്ഞിട്ട് പിന്നെയാണ് വീഡിയോ കാണിക്കുന്നത്. അങ്ങനെയാണ് എന്റെ എല്ലാ വീഡിയോസും. അപ്പൊ വെറുതെ സ്റ്റോറി പറയുമ്പോ എല്ലാരും ഇങ്ങനെ കേട്ടിരിക്കണം എന്നില്ല. ചിലർക്ക് ആ ഒരു നമ്മളെ പരിചയമുള്ളവരൊക്കെ കേട്ടിരിക്കുമായിരിക്കും. പരിചയം ഇല്ലാത്തവർക്ക് അത്രയും എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് കാണാതെ പോകാനും സാധ്യതയുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നി എന്നാ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗേജ് ചെയ്ത് ഒരു സ്റ്റോറി പറയാം എന്നോർത്തിട്ടാണ്. എന്നാ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം. എന്നാ പിന്നെ ആൾക്കാർക്ക് കാണുകയും ചെയ്യാലോ. എനിക്കിപ്പോ ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്, നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ആൾക്കാർ കാണുകയും ചെയ്യട്ടെ, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനും പറ്റും എന്ന് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. ഉഗ്രൻ, അങ്ങനെയാണ് അങ്ങനെ ഉഗ്രൻ. ഒരു വീഡിയോ. പിന്നെ ഹസ്ബൻഡിന്റെ ഐഡിയയും കൂടെ ഉണ്ട്. ഗുഡ്, ഗുഡ്, ഗുഡ്. ഇതുവരെ ഈ എംബ്രോയിഡറി, വൺ ഹാൻഡ് എംബ്രോയിഡറി ജീവിതത്തിനെ പറ്റി എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? എന്റെ എംബ്രോയിഡറി എന്റെ ലൈഫിനെ പഠിപ്പിച്ചത് ഞാൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അതായത് എന്റെ ഒരു കുറവാണ്. ശരിക്കും വലിയ കുറവ്. അത് ഭയങ്കര അതാണ് എന്റെ കോൺസെൻട്രേഷൻ, ശരിക്കും അതായിരുന്നു. പക്ഷെ അതല്ല, ലൈഫ് അതല്ല എന്നെനിക്ക് മനസ്സിലായി. ലൈഫ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഫേസ് ചെയ്യാനുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു റെസ്പോൺസ് പബ്ലിക്കിൽ നിന്ന് കിട്ടുമെന്നും. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞു ഇത്ര ഫോളോവേഴ്സ് കയറി. എനിക്ക് മനസ്സിലാവണ്ട എന്ത് പെട്ടെന്നാണ് ആൾക്കാർ കയറുന്നത്, എത്ര പേരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അപ്പൊ ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എന്റെ വേ ഓഫ് ലുക്കിംഗ് വേറെയായിരുന്നു. അതായത് ലോകത്തിനോടുള്ള വേ ഓഫ് ലുക്കിംഗ് വേറെ. നമ്മള് പിടിച്ചു നിന്നാ നമുക്ക് കൊള്ളാം, ആ ഒരു ഇതായിരുന്നു ഏതുവരെ. അങ്ങനെയാണ് എല്ലാവരും. നമ്മളെ ആരും അങ്ങനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. എല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. അല്ലാതെ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരിതൊന്നും സമൂഹത്തിനുണ്ട്, സൊസൈറ്റിക്ക് ഉണ്ട്. അങ്ങനെ ഒരിതുണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയൊരു ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. കാര്യം അങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കോഴ്സ് എടുത്തത്. പക്ഷെ എന്നെ അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഇത് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. എല്ലാവരെയും നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മനസ്സുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഒത്തിരി പേര് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. പലതരത്തിൽ ഇപ്പൊ എനിക്ക് തയ്യൽ മെഷീനൊക്കെ ഇങ്ങനെ തന്നു. ഉഷയുടെ അവര് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അതുപോലെ ഒരുപാട് പേര് പല കാര്യങ്ങളിൽ എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മളെ ആൾക്കാര് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഉഗ്രൻ. ഇതുപോലെയുള്ള ഈ ക്രിയാത്മകമായ പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹമുള്ള യുവജനങ്ങൾക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുന്നത്? ഉപദേശം അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു വഴികാട്ടി പോലെ പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അതായത് നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നിലും ഒരു കാര്യത്തിന് നമ്മൾ പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് അല്ല. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഒരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് നമ്മള് കൂടുതൽ
അതിനു വേണ്ടി നമുക്ക് വേണ്ടി, അതായത് അതിനു വേണ്ടി തന്നെ നമുക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ, നമുക്ക് ആഗ്രഹമുള്ള കാര്യം ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് അയ്യോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് ഓർത്ത് അതിന്റെ ഇല്ലായ്മകളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ബാക്കി തുടങ്ങുക. പറഞ്ഞ തുടങ്ങി കഴിയുമ്പോ നമുക്ക് ഒരുപാട് ഭാഗത്തു നിന്ന് ഹെൽപ്പ് വരും. എന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ് ഇപ്പോ. ഞാൻ പറഞ്ഞു ഞാന് ഒന്നും പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതല്ല. പക്ഷെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്ത് പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് അല്ല ഇപ്പോഴത്തെ കാലത്ത് ഹാർഡ് വർക്ക് ചെയ്യരുതെന്നാണ്, സ്മാർട്ട് വർക്ക് ചെയ്യണം എന്നല്ലേ പറയുന്നത്. അപ്പോ അതാണ് ശരിക്കും ഹാർഡ് വർക്കിനേക്കാൾ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുക. ഇല്ലായ്മകളെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉള്ളത് വെച്ച് നമുക്കുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ. നമുക്ക് ഇല്ലാത്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്കുള്ളത് വെച്ച് നമ്മൾ തുടങ്ങുക. ബാക്കിയൊക്കെ വന്നോളും ആ ഫ്ലോയില്. നമ്മളെ ഒന്നെങ്കിൽ ദൈവം നമ്മളെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അത് ഉഗ്രൻ മെസ്സേജ് ആണ്. കാരണം പഴയ ഒരു മെസ്സേജ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ എന്താണ് കുറവുകളുള്ളത്, ആ കുറവുകൾ നികത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം അഞ്ജന പറഞ്ഞ പോലെ നമ്മുടെ കുറവുകളെ പറ്റി അധികം ആലോചിക്കാതെ നമ്മുടെ കഴിവുകൾ എന്താണ് അതിൽ മാക്സിമം പരമാവധി നമ്മൾ കംപ്ലീറ്റ് ഫുൾ എഫേർട്ട് എടുക്കുക. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളെ എന്തിലാണ് റിസൾട്ട് വരുന്നത്, നമ്മുടെ പാഷൻ ഒരു സൈഡിലും ഉണ്ട്. പക്ഷെ പാഷനിൽ നമ്മൾക്ക് ഏറ്റവും റിസൾട്ട് വരുന്ന ഏതും കൂടെ മേ ബി ചിന്തിക്കേണ്ടി വരുമായിരിക്കും. ചില സമയത്ത് അങ്ങനെ ചിന്തിക്കേണ്ടി വരുമായിരിക്കും അല്ലെ? അതെ അതെ. ശരിക്കും എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ തൊട്ടടുത്തുണ്ട്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് എല്ലാ ഗവൺമെന്റ് ആണേലും നമുക്ക് ഈ ഒരുപാട് ലോണുകളൊക്കെ ആണേലും എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യലി അല്ലെങ്കിൽ ടെക്നിക്കലി എല്ലാ കാര്യത്തിലും നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് തൊട്ടടുത്തുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഒന്ന് ഇറങ്ങിയാൽ മതി. നമ്മുടെ കംഫോർട്ട് സോൺ വിട്ടൊന്ന് പുറത്തിറങ്ങാന്നുള്ള ഒറ്റൊരു എഫോർട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. നമ്മുടെ ഈ ഒരു ചെറിയൊരു സ്മാർട്ട് ഫോണിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ ആ ഒരു ടൈമിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പോ പിന്നെ നമുക്ക് എന്താണ് നമുക്ക് പുറകോട്ട് നിൽക്കാൻ അല്ലെങ്കിൽ എക്സ്ക്യൂസ് എന്ത് പറയും നമ്മള്. നമുക്ക് എക്സ്ക്യൂസ് പറയാനുള്ള ഒരു അവകാശം ഇല്ല ശരിക്കും ഈ ഒരു ടൈമില്. യെസ്. അപ്പോ അഞ്ജനയുടെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? അഞ്ജനയുടെയും ഭാവി സ്വപ്നങ്ങളും വൺ ഹാൻഡ് എംബ്രോയിഡറിയുടെയും ഭാവി സ്വപ്നങ്ങൾ ഒന്നാണോ അതോ രണ്ടാണോ, എന്താണ്? എനിക്ക് രണ്ടുമുണ്ട്. വൺ ഹാൻഡ് എംബ്രോയിഡറിയുടേതായ ഫ്യൂച്ചർ പ്ലാൻസും ഉണ്ട്, എന്റേതായ ഫ്യൂച്ചർ പ്ലാൻസും ഉണ്ട്. എനിക്ക് എന്റേതായെന്ന് പറയുമ്പോൾ എനിക്ക് ഞാനെല്ലാം ചെയ്യും. എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം, പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല. അപ്പോ എനിക്ക് ഇപ്പൊ ഭാവിയിലേക്ക് എനിക്ക് ഒരു 4 വീലർ സ്വന്തമാക്കണം. അതിന് ലൈസൻസ് എടുക്കണം. അതിന് കുറെ കാര്യങ്ങൾ ഞാൻ ഇതിനു മുന്നേ ഒത്തിരി ശ്രമിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഗവൺമെന്റിന്റേതായ കുറെ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ അതാണ് എന്റെ ഇനി എന്റെ അടുത്ത ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അതിനുശേഷം ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. അപ്പൊ അതാണ് എനിക്ക് ഇപ്പൊ എന്റെ മനസ്സിൽ സെൽഫ് സഫിഷ്യന്റ് ആവണം. എന്റെ കാര്യങ്ങൾക്ക് എനിക്ക് തന്നെ എന്റെ വണ്ടി എടുത്ത് എനിക്ക് പോയി എന്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. എനിക്കിങ്ങനെ അതായത് ലേഡി ഡ്രൈവർമാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാവും. എനിക്ക് കൊതി തോന്നും പുറത്തൊക്കെ ഇറങ്ങുമ്പോ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടും, ഭാവിയിൽ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കലും കിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കണില്ല. ഞാൻ എന്തായാലും നേടിയെടുക്കും. അതുപോലെ നമ്മുടെ വൺ ഹാൻഡ് എംബ്രോയിഡറി ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് വലിയൊരു ബ്രാൻഡ് ആക്കി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടണം. പിന്നെ ഇതുപോലെ എന്നെ പോലെയുള്ള ഒരുപാട് പേര്, ഞാൻ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്, ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇതുപോലെ ലോകമെമ്പാടും ഉള്ളവർക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ ആവണം. എന്നെ പോലെ ഒരാൾക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും ഒരാൾക്ക് പറഞ്ഞ പോലെ ഈ ഒരു കാരണം പറഞ്ഞ് പുറകോട്ട് നിൽക്കേണ്ടി വരരുത്. ഞാൻ അതിനൊരു റോൾ മോഡൽ ആവണമെന്ന്. അതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ. ഉഗ്രൻ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളെല്ലാം പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ പോഡ്കാസ്റ്റിൽ വരുന്ന എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിനെ കുറിച്ച് എന്താണ് സ്വപ്നം? കേരളത്തിനെ കുറിച്ച് എനിക്ക്
ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ആക്ച്വലി ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണല്ലോ കേരളത്തിന് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു വിശേഷമാണ്. ഇപ്പം അതിനെ എന്തെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കപ്പോ അതായത് ഇപ്പോഴത്തെ യൂത്ത്, അതായത് ഇപ്പോ എന്റെ കൂടെ ഒരു ബാച്ചിലുണ്ടായിരുന്നവരിലും ഓൾമോസ്റ്റ് ഒരുപാട് പേരും കേരളത്തിലില്ല. അപ്പോ കേരളത്തിനെ ആ ഒരു നിലയിലേക്ക് എത്തിക്കണം. അതായത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള യൂത്തുകളൊക്കെ കേരളത്തിൽ നിന്ന് പോകുന്നത് എന്താണ്? അങ്ങനെ ഒരുപാട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ആ യൂത്തുകൾക്കൊന്നും കേരളത്തിൽ നിന്ന് പോകേണ്ടി വരരുതാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ശരിക്കും. ഞാൻ മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഒപ്പമുള്ളവരെല്ലാവരും നമ്മുടെ ഒപ്പം വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, പറഞ്ഞ കസിൻസും, ഫ്രണ്ട്സ് മാത്രമേ, കസിൻസ് എല്ലാവരും, ആരും നമ്മുടെ കൂടെ ഇല്ല. അപ്പോ നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവർ എപ്പോഴും അടുത്തുണ്ടാവുന്നതാണല്ലോ നമുക്ക് എപ്പോഴും. ഒരു ഫാമിലിയിലായാലും ഒരു ഗെറ്റ് ടുഗദർ ആണല്ലോ, ഒരു പ്രോഗ്രാം വരുമ്പോ ആ ഒരാളുടെ കുറവ് അത് കുറവ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് അവര് പോയതെങ്കിലും അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ അതേ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളം വളരണം. അതാണ് എന്റെ ആഗ്രഹം. ഉഗ്രൻ ആഗ്രഹം, ഉഗ്രൻ. എൻ്റെ കേരളത്തിനെ പറ്റിയുള്ള പല ആഗ്രഹങ്ങളിലും ഒരാഗ്രഹം അത് തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ എത്തി. പക്ഷെ എൻ്റെ മനസ്സെപ്പോഴും കേരളത്തിലാണ്. സോ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം നാട് നമുക്ക് എപ്പോഴും വിലപ്പെട്ടതാണ്, ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല. ഇപ്പൊ അതെ, ഞാൻ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് ഇടുക്കിയോട് ഒരു ഇതുണ്ടല്ലോ, ഡെഫിനറ്റ്ലി അങ്ങോട്ടേക്ക് ഉണ്ട്. നമ്മൾ പിടിച്ചു വലിക്കുന്ന ഒരു കാരണം എന്തെങ്കിലും ഉണ്ടാവും. നമ്മുടെ മനുഷ്യരുടെ ചരിത്രം എടുക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നാടോടികളാണ് പണ്ട് തൊട്ടേ. ഇപ്പം അതെ നമ്മുടെ അതെ ഇപ്പോഴത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്നെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തി എന്നല്ലേ പറയപ്പെടുന്നത്. അപ്പൊ അതുപോലെ ഓരോ അല്ല, ഓരോ ആൾക്കാര് സന്ദർഭം. എല്ലായിടത്തേക്ക് ദേശാടനം പോലെ എല്ലായിടത്തേക്ക് യാത്ര ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഏറ്റവും ലാസ്റ്റ് നമ്മള് സ്വന്തം വീട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട്, സ്വന്തം നാട്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സേഫ്റ്റി, അല്ലെ എന്താ പറയുക, നമ്മള് സ്വന്തം വീട് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ആ ഒരു അത് ഒത്തിരി കാര്യം പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും തുടങ്ങിയാൽ. അതുകൊണ്ട് ഞാൻ ജനറൽ ആയിട്ട് മാത്രം പറഞ്ഞു നിർത്തുകയാണ്. യെസ്, ഒറ്റ വാക്കിൽ ഇതുവരെയുള്ള യാത്ര ഒറ്റ വാക്കിൽ പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു വാക്കിൽ. ഒരു വാക്കെന്ന് പറയുകയാണെങ്കിൽ എല്ലാം ദൈവാനുഗ്രഹം. അതിൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ പ്ലാൻ അല്ല എല്ലാം. ഇപ്പോ ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അപ്പോ എന്താണ്, എനിക്ക് നിനക്ക് വേണ്ടി എനിക്കൊരു പദ്ധതി ഉണ്ട്, അതിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണെന്ന് പറയില്ലേ, ട്രസ്റ്റ്, അത്രേ ഉള്ളൂ. പുള്ളിനെ വിശ്വസിച്ചങ്ങ് മുന്നോട്ട് പോവുക. അടിപൊളി, ഉഗ്രൻ ഉഗ്രൻ. അഞ്ജന, വളരെ വളരെ നന്ദി ഇത്രയും നേരം ഡ്രീം മലയാളം പോഡ്കാസ്റ്റിന് വേണ്ടി സമയം ചെലവഴിച്ചതിന്. അഞ്ജനയുടെ പേഴ്സണൽ സ്വപ്നങ്ങളും വൺ ഹാൻഡ് എംബ്രോയിഡറിയുടെ പദ്ധതികളും പ്ലാനുകളും എല്ലാം പൂണിയട്ടെ, എല്ലാം വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. എന്നെ കോണ്ടാക്ട് ചെയ്തതിന് അതിലും താങ്ക് യു. എനിക്ക് വേണ്ടി പറഞ്ഞാൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്, എന്നോട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചതിന് എല്ലാത്തിനും താങ്ക് യു. നമ്മളെ നിർവചിക്കാൻ പരിമിതികളെ അനുവദിക്കരുത് എന്ന് അഞ്ജനയുടെ ജീവിതം നമ്മളെ കാണിച്ചു തരുന്നു. ഇല്ലായ്മകളെക്കുറിച്ച് വേവലാതിപ്പെടാതെ നമുക്കുള്ള കഴിവുകളെ കഠിനാധ്വാനം ചെയ്ത് പരമാവധി ഉയർത്താനുള്ള ഒരു ഉഗ്രൻ സന്ദേശമാണ് അഞ്ജന നമുക്ക് നൽകിയത്. ഈ സംഭാഷണം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രീം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇങ്ങനെ ഹൃദയത്തോട് സംസാരിക്കുന്ന കഥകളുമായി വീണ്ടും കാണാം. അതുവരെ ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.